കോംലൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണറുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചെയ്യേണ്ടത്, അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ? The ratio in which the old partners have agreed to sacrifice their share in favor of new partner is called sacrificing ratio. പുതിയ പാർട്ണർക്ക് ഏത് അനുപാതത്തിലാണ്, ഏത് റേഷ്യോയിലാണ് നേരത്തെയുള്ള ഓൾഡ് പാർട്ണേഴ്സ് പ്രോഫിറ്റിൻ്റെ ഷെയർ നൽകുന്നത്, ആ റേഷ്യോയാണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു പുതിയൊരു പാർട്ണർ കടന്നു വരുന്ന സമയത്ത് ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ ഷെയർ അദ്ദേഹത്തിന് ലഭിക്കും. ആ പ്രോഫിറ്റിൻ്റെ ഷെയർ ലഭിക്കുന്നത് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന പാർട്ണേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിൽ നിന്നും ഒരു ഭാഗം പുതിയ പാർട്ണർക്ക് നൽകുന്നതിലൂടെയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഷെയർ ഓൾഡ് പാർട്ണേഴ്സ് അവരുടെ പ്രോഫിറ്റിൽ നിന്നെടുത്ത് ഒരു ഭാഗം പുതിയ പാർട്ണർക്ക് നൽകുന്നതിലൂടെയാണ് പാർട്ണർ പ്രോഫിറ്റിൻ്റെ ഷെയർ ലഭിക്കുന്നത്. നിലവിൽ പാർട്ണേഴ്സ് ഇങ്ങനെയാണ് ഈ ഒരു പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിലാണ് പുതിയതായിട്ടുള്ള പാർട്ണർക്ക് ഒരു പ്രോഫിറ്റ് ഷെയർ നൽകുന്നത്. ആ റേഷ്യോയാണ് നമ്മളിവിടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ എയും ബിയും പാർട്ണേഴ്സാണ്. ഇവിടെ ഈ ഒരു കേസ് നമുക്ക് നോക്കാം. ബി ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1 എന്ന് പറയുമ്പോൾ അവർ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീതിക്കുക. അപ്പോൾ ഒരു 150 നേടിയിരിക്കുന്ന കിട്ടുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്തു, എയും ബിയും അവരുടെ പ്രോഫിറ്റിന്റെ വേണ്ടിയാണ് സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്. സി എന്ന് പറയുന്ന പുതിയ പാർട്ണർക്ക് വേണ്ടി എയും ബിയും അവരുടെ പ്രോഫിറ്റിൽ നിന്നും ഒരു ഷെയർ എടുത്തിട്ട് ആർക്ക് കൊടുത്തിട്ടുണ്ട്, സിക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, എയുടെയും ബിയുടെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു 1:1 എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം അവരുടെ പ്രോഫിറ്റിന്റെ ഷെയർ 75 ആണ്. വീണ്ടും പുതിയ സി കൂടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് 50 ആണ്. രണ്ടാളുടെയും പ്രോഫിറ്റിൽ ഈക്വൽ ആയിട്ടുള്ള ഷോർട്ടേജാണ് വന്നിട്ടുള്ളത്. അതായത് രണ്ടും എത്രയാണോ കുറഞ്ഞിട്ടുള്ളത് തുല്യമായിട്ടുള്ള എമൗണ്ടാണ്. 25 രൂപ എക്കും കുറഞ്ഞിട്ടുണ്ട്, 25 രൂപ ബിക്കും കുറഞ്ഞിട്ടുണ്ട്. ഈ 25 രൂപയാണ് ആർക്ക് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ 25 രൂപക്ക് തുല്യമായിട്ടുള്ള പ്രോഫിറ്റ് ഷെയർ ആണ് ആർക്ക് പോയിട്ടുള്ളത്, സിക്ക് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എയുടെയും ബിയുടെയും കയ്യിൽ നിന്നും തുല്യമായ പ്രോഫിറ്റ് ഷെയർ ആണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്, സിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എയുടെയും ബിയുടെയും പ്രോഫിറ്റ് ഷെയർ അവർ സാക്രിഫൈസ് ചെയ്തു, അവർ ത്യജിച്ചു. ആർക്ക് വേണ്ടി, സിക്ക് വേണ്ടി ത്യജിച്ചു. ഓക്കെ, അപ്പോൾ എയുടെയും ബിയുടെയും പ്രോഫിറ്റിൽ നിന്നും തുല്യമായ പ്രോഫിറ്റ് ഷെയർ ആണ് സി എന്ന് പറയുന്ന ന്യൂ പാർട്ണർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുള്ളത്, സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അല്ലെങ്കിൽ തുല്യമായ പ്രോഫിറ്റ് ഷെയർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, രണ്ടാളുകളും ഇൻകമിങ് പാർട്ണർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ 1:1 ആണ് ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ. ഇനി എന്തിനാണ് നമ്മൾ ഈ ഒരു സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്? ഒരു പുതിയ പാർട്ണർ ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്കറിയാം 2 അവകാശങ്ങൾ ഒരു പാർട്ണർക്ക് സാക്രിഫൈസിങ് റേഷ്യോ. ഇനി എന്തിനാണ് നമ്മൾ ഈ ഒരു സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്? ഒരു പുതിയ പാർട്ണർ ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്കറിയാം 2 അവകാശങ്ങൾ ഒരു പാർട്ണർക്ക് ലഭിക്കുന്നുണ്ട്. ദ ന്യൂലി അഡ്മിറ്റഡ് പാർട്ണർ ഈസ് റിക്വയർഡ് ടു കോമ്പൻസേറ്റ് ദ ഓൾഡ് പാർട്ണേഴ്സ് ഫോർ ഹിസ് റൈറ്റ് ടു ഷെയർ ഇൻ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. 2 അവകാശങ്ങൾ ലഭിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അതിലൊന്ന് പ്രോഫിറ്റ് ഷെയർ ആണ്, രണ്ടാമത്തത് ഷെയർ ഓഫ് അസറ്റ് ഓഫ് ദ ഫേം ആണ്. ഒരു ഇൻകമിങ് പാർട്ണർക്ക് 2 അവകാശങ്ങളാണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിലുള്ളത്. ഒന്ന്, ആ സ്ഥാപനത്തിൻ്റെ അസറ്റിൻ്റെ മുകളിലൊരു ഷെയർ. രണ്ടാമത്തെ ഷെയർ എന്ന് പറയുന്നത് ആ സ്ഥാപനം ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഫിറ്റിൻ്റെ മുകളിലൊരു ഷെയർ. അസറ്റിൻ്റെ ഷെയറിന് പകരം അദ്ദേഹം കൊണ്ടുവരേണ്ടത് ക്യാപിറ്റലാണ്. പ്രോഫിറ്റിൻ്റെ ഷെയറിന് പകരം അദ്ദേഹം കൊണ്ടുവരേണ്ടത് ഷെയർ ഓഫ് ഗുഡ് വില്ലാണ്, അല്ലെങ്കിൽ പ്രീമിയമാണ്. അപ്പോൾ ഈ
പാർട്ണർ കൊണ്ടുവരുന്ന ഇൻകമിങ് പാർട്ണർ കൊണ്ടുവരുന്ന ഈ ഷെയർ ഓഫ് ഗുഡ്വില് പാർട്ണേഴ്സിന് ഓൾഡ് പാർട്ണേഴ്സിന് നഷ്ടപരിഹാരമായിട്ടാണ് എന്ത് കണക്കാക്കുന്നത്. ദ ന്യൂലി അഡ്മിറ്റഡ് പാർട്ണർ ഈസ് റിക്വയർഡ് ടു കോമ്പൻസേറ്റ് ദ ഓൾഡ് പാർട്ണേഴ്സ്. പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പാർട്ണർ നഷ്ടപരിഹാരം ചെയ്യണം ഫോർ ഹിസ് റൈറ്റ് ടു ഷെയർ ഇൻ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. ഓൾഡ് പാർട്ണേഴ്സിൻ്റെ അടുത്തു നിന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ഷെയറിന് പകരമായി അദ്ദേഹം എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ണേഴ്സിന് കോമ്പൻസേഷൻ നൽകണം. ദ കോമ്പൻസേഷൻ ഓർ പ്രീമിയം ബ്രോഡ് ബൈ ന്യൂ പാർട്ണർ മസ്റ്റ് ബി ഷെയർഡ് ബൈ ദ ഓൾഡ് പാർട്ണേഴ്സ് ഇൻ ദി സാക്രിഫൈസിങ് റേഷ്യോ. ഇങ്ങനെ ഇൻകമിങ് പാർട്ണർ കൊണ്ടുവരുന്ന ഈ ഒരു ഷെയർ ഓഫ് പ്രീമിയം ഓൾഡ് പാർട്ണേഴ്സ് വീതം വെച്ചെടുക്കേണ്ടത് ഈ ഒരു സാക്രിഫൈസിങ് റേഷ്യോ അനുസരിച്ചാണ്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓൾഡ് പാർട്ണേഴ്സിൻ്റെ കയ്യിലുള്ള പ്രോഫിറ്റ് ഷെയർ എടുത്തിട്ടാണ് ഇൻകമിങ് പാർട്ണർക്ക് നൽകുന്നത് അല്ലെങ്കിൽ ന്യൂ പാർട്ണർക്ക് നൽകുന്നത്. അപ്പോൾ ഈ ഷെയർ കിട്ടിയതിന് പകരമായി ന്യൂ പാർട്ണർ ഒരു കോമ്പൻസേഷൻ എമൗണ്ട് പ്രീമിയം അല്ലെങ്കിൽ ഷെയർ ഓഫ് ഗുഡ്വിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഓൾഡ് പാർട്ണേഴ്സിന് നൽകേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ ഓൾഡ് പാർട്ണേഴ്സിന് ഈ ഒരു എമൗണ്ട് നൽകിക്കഴിഞ്ഞാൽ ഓൾഡ് പാർട്ണേഴ്സ് ഈ ഷെയർ ഓഫ് ഗുഡ്വിൽ വീതം വെക്കേണ്ടത്, ഷെയർ ചെയ്യേണ്ടത് അവർ ഏത് അനുപാതത്തിലാണോ ഇൻകമിങ് പാർട്ണർക്ക് പ്രോഫിറ്റ് ഷെയർ നൽകിയിട്ടുള്ളത്, അതായത് സാക്രിഫൈസിങ് റേഷ്യോ അനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് ഒരു ഓൾഡ് പാർട്ണറുടെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നതിന് ഓൾഡ് റേഷ്യോ ഓഫ് എ പാർട്ണർ മൈനസ് ന്യൂ റേഷ്യോ ഓഫ് എ പാർട്ണർ, അതായത് ഓൾഡ് റേഷ്യോ എന്താണോ നേരത്തെ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഷെയർ അതിൽ നിന്നും ഇൻകമിങ് പാർട്ണർ അല്ലെങ്കിൽ ന്യൂ പാർട്ണർ അടക്കം വന്നതിന് ശേഷമുള്ള ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾഡ് പാർട്ണറുടെ സാക്രിഫൈസിങ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ എയും ബിയും പാർട്ണേഴ്സാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1:1 ആണ് നോക്കുക. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഈ ഒരു സാക്രിഫൈസിങ് റേഷ്യോ എന്തിനു വേണ്ടിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എയും ബിയും, ഇവിടെ സി എന്ന് പറയുന്നത് പുതിയ പാർട്ണറാണ്. എയും ബിയും സി എന്ന് പറയുന്ന പാർട്ണർക്ക് എന്ത് നൽകുന്നുണ്ട്? പ്രോഫിറ്റ് ഷെയർ നൽകുന്നുണ്ട്. എയും ബിയും സി എന്ന് പറയുന്ന പാർട്ണർക്ക് പ്രോഫിറ്റ് ഷെയർ നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവർ പ്രോഫിറ്റ് ഷെയർ സി എന്ന് പറയുന്ന പാർട്ണർക്ക് നൽകുകയാണ്. അപ്പം സി ന്യൂ പാർട്ണറാണ്, എയും ബിയും ഓൾഡ് പാർട്ണറാണ് അല്ലെങ്കിൽ നിലവിൽ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും ഏത് റേഷ്യോയിലാണോ ഈ പ്രോഫിറ്റിൻ്റെ ഷെയർ ഇവരുടെ കയ്യിൽ നിന്ന് എടുത്ത് നൽകിയിട്ടുള്ളത് ആ റേഷ്യോയാണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയാം. എയും ബിയും പുതിയ പാർട്ണർക്ക് ഏത് റേഷ്യോ അനുസരിച്ചാണോ അവരുടെ പ്രോഫിറ്റ് ഷെയർ നൽകിയിട്ടുള്ളത് ആ റേഷ്യോയെ നമ്മൾ പറയുന്നത് സാക്രിഫൈസിങ് റേഷ്യോ എന്നാണ്. ഇനി എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതായത് ഈ എയും ബിയും പ്രോഫിറ്റ് ഷെയർ ഇൻകമിങ് പാർട്ണർക്ക് നൽകുന്നതിന് പകരമായി സി എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രീമിയം കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ഷെയർ ഓഫ് ഗുഡ്വിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് ഈ പ്രോഫിറ്റ് ഷെയറിന് പകരമായി ന്യൂ പാർട്ണർ അല്ലെങ്കിൽ ഇൻകമിങ് പാർട്ണർ ആയിട്ടുള്ള സി എന്ത് ചെയ്യണം? കോമ്പൻസേഷൻ നൽകണം. ആർക്കൊക്കെ? എക്കും കൊടുക്കണം, അതേപോലെ ബിക്കും നൽകണം. അപ്പോൾ ഇവർ രണ്ടുപേരും എങ്ങനെയാണോ ഷെയർ നൽകിയിട്ടുള്ളത് അതേ റേഷ്യോയിൽ തന്നെയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ സി കൊണ്ടുവരുന്ന ഗുഡ്വിൽ ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് എയും ബിയും, നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ എയും ബിയും അവരുടെ പ്രോഫിറ്റ് ഷെയർ നൽകിയിട്ടുള്ളത് 1:1 എന്ന റേഷ്യോയിലാണ്. എയും ബിയും പ്രോഫിറ്റ് ഷെയർ നൽകിയിട്ടുള്ളത് 1:1 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ സി കൊണ്ടുവരുന്ന ഗുഡ്വിലും ഷെയർ ചെയ്യേണ്ടത് 1:1 എന്ന റേഷ്യോ അനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് സി എന്ന് പറയുന്ന ആൾ 30,000 രൂപ ഗുഡ്വിൽ കൊണ്ടുവന്ന് നോക്കുക. സി എന്ന് പറയുന്ന ആൾ 30,000 രൂപ ഗുഡ്വിൽ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ 30,000 രൂപ 1:1 എന്ന റേഷ്യോയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? എയും ബിയും സിക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നൽകിയിട്ടുള്ളത്. അപ്പം ഈ സി കൊണ്ടുവരുന്ന ഗുഡ്വിൽ 1:1 എന്ന റേഷ്യോയിൽ എയും ബിയും എന്ത് ചെയ്യണം? ഷെയർ ചെയ്തെടുക്കണം. അതായത് 15,000 എയും 15,000 ബിയും എന്ത് ചെയ്യണം? വീതിച്ചെടുക്കണം. ഇനി 1:2 എന്ന റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രോഫിറ്റ് സിക്ക് നൽകിയിട്ടുള്ളത് നോക്കാം. 1:2 എന്ന റേഷ്യോയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? എയും ബിയും സിക്ക് പ്രോഫിറ്റ് ഷെയർ നൽകിയിട്ടുള്ളത്. 1:2 എന്ന റേഷ്യോയിലാണ് എയും ബിയും സിക്ക് പ്രോഫിറ്റ് ഷെയർ നൽകിയിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഈ കൊണ്ടുവരുന്ന ഗുഡ്വിൽ എന്ത് ചെയ്യണം? 1:2 എന്ന റേഷ്യോ തന്നെ എയും ബിയും വീതം വെച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എയുടെ കയ്യിൽ 10,000 ഉണ്ടാവും, ബിയുടെ കയ്യിൽ അല്ലെങ്കിൽ ബിക്ക് 20,000 രൂപയുണ്ടാവും.
അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എയും ബിയും അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നതിന് പകരമായി ഇൻകമിങ് പാർട്ട്ണർ ഷെയർ ഓഫ് ഗുഡ് വില്ല് കൊണ്ടുവരണം. അപ്പോൾ ഈ ഷെയർ ഓഫ് ഗുഡ് വില്ല് ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കേണ്ടത് ഈ ഒരു സാക്രിഫൈസിങ് റേഷ്യോ അനുസരിച്ചാണ്. ഓക്കെ, താങ്ക് യു.